എടാ 15 വർഷത്തെ സർവീസിനുള്ളിൽ 36 പ്രാവശ്യം സ്ഥലം മാറ്റാൻ കിട്ടിയിട്ടുള്ള മാതൃകാ പോലീസുകാരനാണ് ഞാൻ. അതുകൊണ്ട് വേഷം കെട്ടൊന്നും വേണ്ട. തൊണ്ടി എവിടെന്ന് പറയണ തെണ്ടി, ഇല്ലെങ്കിൽ ഇടിച്ചതിന്റെ കിഷ്കിന്ന ഞാനൊരു ഊമയാണ് സാർ. എന്നാ പിന്നെ അത് നിനക്ക് നേരത്തെ പറയാൻ പറ്റില്ലല്ലേ? വെറുതെ ഉള്ള ഇടി മുഴുവൻ വാങ്ങിച്ചിട്ട് നിനക്ക് വല്ലാതെ വേദനിച്ചു അല്ലേ? ഓട്ടെ, സാരമില്ല. നീ ഒരു കാര്യം ചെയ്യേ, ഇതാ ഇതുകൊണ്ട് കോഴി സൂപ്പും ബാക്കിയുള്ള കാശിന് കുഴമ്പെല്ലാം വാങ്ങി തേച്ച് കുളിച്ചിട്ട് പോ കേട്ടോ. ഇപ്പൊ മനസ്സിലായല്ലോ ഞാനൊരു മാതൃകാ പോലീസുകാരനാണെന്ന്. എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇതുപോലെ കുറ്റവാളികൾക്ക് കൊടുത്ത് തീർക്കാറാണ് പതിവ്. നീ കരയണ്ട. അയ്യേ, നീ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ കിമ്പളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടാ. പോ, ചെല്ല്, പോയിട്ട് വാ. അങ്ങനെ എന്തൊരു കഷ്ടമാണ് ദൈവമേ. അയ്യോ, എന്റെ സർവീസിനുള്ളിൽ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ. സാറെന്താ അവനെ വിട്ടുകളഞ്ഞത്? അയാളൊരു ഊമയാണോ പാവം. ആ സാറിനെങ്ങനെ മനസ്സിലായി? അവൻ എന്നോട് നേരിട്ട് പറഞ്ഞതല്ലേ. അയ്യോ, അറസ്റ്റ് ചെയ്യും. ഇവന്റെ എല്ലാ കാര്യങ്ങളും നീ ശ്രദ്ധിക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണം അമ്മേ. വനവാസത്തിന് ശ്രീരാമന്റെ കൂടെ പോയ ലക്ഷ്മണന്റെ സ്ഥാനത്താ ഞാൻ. ഹനുമാനെന്ന് പറയല്ലേ കൂടുതൽ ശരി? ആണോ? ഞാൻ വിചാരിച്ച ഇത്ര നാള് സുഗ്രീവനാന്ന് പറഞ്ഞിരിക്കായിരുന്നു. കരിങ്കുരങ്ങിന്റെ അപ്പൻ. ഉണ്ണിമനെ, ഇവനും കൂടെ അവിടെ എന്തെങ്കിലും ജോലി ശരിയാക്കുമോ നീ? ഇവന്റെ ഈ സ്വഭാവം വെച്ച് ഇവിടെ നിന്നാ നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചാവും. ഇവിടെ അമ്മ മലയാളികളെ തല്ലുകൊണ്ട് ചാവാം. അവിടെ ആവുമ്പോ വല്ല കൊല്ലംകോടുള്ള തമിഴന്മാരെ തല്ലുകൊണ്ട് ചാവേണ്ടി വരും. നിനക്ക് എങ്ങനെ മരിക്കാനാണ് ഇഷ്ടം? എന്താ ഇത്? ഒരു യാത്രക്ക് ഇറങ്ങുമ്പോഴാണ്. വരട്ടെ മോനെ, ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഏതെങ്കിലും അമ്പലത്തിൽ പോയി വഴിപാട് നടത്തണേ. ശരി. ഈശ്വര, എന്റെ ഉണ്ണിക്ക് നല്ലത് വരുത്തണേ. ഇടം നിന്റെ ഈ കൊടും തമിഴൊന്നും എന്റെ അടുത്ത് കാച്ചണ്ട. എന്ത് ചെയ്യാനളിയാ? തമിഴിന്റെ മണ അടിച്ച അപ്പ ഞാൻ തമിഴ് പേശു. ആ മുരുകന്റെ അനി ഇവിടെ നിൽക്കാമെന്നാണല്ലോ പറഞ്ഞത്. ആര്? ഗണപതിയോ? ഓഫീസിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന മുരുകന്റെ കാര്യമാണ് പറഞ്ഞത്. അയാളുടെ അനിയന് ഇവിടെ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുള്ളത്. നമ്മളയാൾക്ക് തിരിച്ചറിയാൻ പറ്റും. എനി സിഗ്നൽ നീ ഇവിടെ വന്ന വിവരത്തിന് ഞാൻ അനൗൺസ്മെന്റ് നടത്തണം. എന്തേലും വേണം ഞാൻ അങ്ങോട്ട് പറയാം. നല്ലൊരു തമിഴത്തി. എന്നെ തല്ലു ഒളിച്ചടങ്ങൂല്ലേ? വണക്കം സാർ. വണക്കം. ഉണ്ണികൃഷ്ണൻ സാറല്ലേ? അതെ. സുബ്രഹ്മണ്യം. അതെ. വണക്കം. ഉങ്ങൾക്കാകത്താ ഇവിടെ നേരം വെയിറ്റ് പണിയിരുന്നേ. ആണോ? ഞങ്ങളെ എങ്ങനെ മനസ്സിലായി? അത് ബ്രദർ ഫോണിൽ വിളിച്ചൊരു ഏകദേശം രൂപം പറഞ്ഞിരുന്നു. പിന്നെ കൂടെ കൗണ്ടമണി എപ്പോലെ ഒരാളുണ്ടാവുന്നു പറഞ്ഞു. ഇയാളെ കണ്ടപ്പോഴാ സാർ ഉണ്ണികൃഷ്ണൻ സാറാണെന്ന് ഉറപ്പിച്ചത്. ഇതെന്റെ ഫ്രണ്ടാ കൊച്ചാപ്പി. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു വാടക വീട് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. വരൂ, നമുക്ക് അങ്ങോട്ട് വാ. ഭയങ്കര ചൂട്. വൈകുന്നേരമായ നല്ല തണുപ്പായിരിക്കും. മച്ചാനെ സിറേറ്റ് ഇല്ല, മൂക്കിപ്പൊടിയുണ്ട്. മൂക്കിപ്പൊടിയും പൊടി. ഈ നാട്ടിൽ ഇങ്ങനെയാണോ? എന്ത്? ഒരാൾ വലിക്കാൻ മറ്റാൾ തുമ്മ. ഇല്ലാത്തതിൽ തപ്പിട്ട് ഒരു കാര്യമില്ലടോ. ഷർട്ട് അടിച്ചിറങ്ങും. നല്ല ഏരിയ. സൗകര്യങ്ങളൊക്കെ കുറവാ. അല്ല, അതിനുള്ള വാടകയുള്ളൂ 300 രൂപ. ഓക്കെ. അല്ല, ഇവിടുന്ന് ഓഫീസിലേക്ക് അധികം ദൂരം ഉണ്ടോ? ഏയ്, കഷ്ടിച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ. ഒരു 3-4 കിലോമീറ്റർ വരും. അയാളോടൊന്ന് അടിച്ചു തൂത്തിടാൻ പറഞ്ഞതാണ്. ചെയ്താവോ? എനിക്കുള്ള റൂമിൽ ഫാനൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഭയങ്കര ചൂട്. ഇവിടെ പ്രേതഭൂതങ്ങൾ വല്ല ഉണ്ടോ? ഇതുവരെ ഇല്ല. ഇനി താനായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. അതിന് നിന്നെ ഞങ്ങൾ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കില്ല കേട്ടോ. കൗണ്ടമണി ആള് രസികനാണല്ലോ. എന്നാ ഞാൻ പോട്ടെ. സുബ്രഹ്മണ്യ, ഇവിടെ അടുത്തെങ്ങാനും ക്ഷേത്രങ്ങളുണ്ടോ? ഇവിടെ അടുത്ത് 1-2 ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ കുറച്ചു മാറി ഒരു വലിയ കോവിലുണ്ട്, മാരിയമ്മൻ കോവിൽ.
എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ജോലി കിട്ടാനും കല്യാണം നടക്കാനും പ്രത്യേക പൂജയുണ്ട്. നല്ല ശക്തിയുള്ള ദേവിയാ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ഉദ്ദേശ കാര്യം സാധിക്കും, ഉറപ്പാ. പ്രാർത്ഥിച്ചാ കല്യാണം നടക്കുന്ന ഉറപ്പാണോ? പിന്നെ അല്ല, കക്ഷി ചില പറയാൻ പറ്റാത്ത പ്രശ്നമുള്ള പാർട്ടിയുടെ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സംഗതി നടക്കും. എന്താ ഉള്ളഴിഞ്ഞ്. എന്നാ അമ്പലത്തിൽ പോയിട്ട് തന്നെ കാര്യം. എന്തേ? வாங்கம்மா. அறிவு கட்ட முண்டா, உனக்கு காது கேட்கலையா? மரியாதையா பேச. யாரு இவன்? என்னடா முறைச்சு பாக்குற? தேவர் தங்கச்சி வரும்போது இங்க யாரும் இருக்க கூடாது, தெரியுமா உனக்கு? ஏது தேவர்? எந்த தேவர்? எந்த தேவரா? ஊருக்கு புதுசா? இது தேவரோட சொந்த கோயில், இங்க யாரும் நிக்க கூடாது. போட வெளியே. கோவில் எல்லாருக்குமே சொந்தம். ஓடாண்ணா. மன்னிச்சிருங்கம்மா, இந்த ஆளு ஊருக்கு புதுசு, அதுதான். நீங்க வாங்கம்மா, வாங்க வாங்கம்மா. இதா பார், அந்த அருணாச்சலம் படத்துல ரஜினி நடிப்பு எவ்வளவு அழகா இருக்கு தெரியுமா? சூப்பர். நான் அந்த படத்தை 10 வாட்டி பார்த்து கூட எனக்கு அந்த கதையே புரியல, அப்படி ஒரு ஆக்டிங் பா. அதான்டா சூப்பர் ஸ்டார். இதோண்டா குறைச்ச பழம் கேட்டடா. வணக்கம் அண்ணே, இங்க சாப்பிடுறதுக்கு புற்றும் പപ്പടം கிடைக்குமா? തമിഴ് പറഞ്ഞ് ചീത്തയാക്കണ്ട, ഞാൻ മലയാളിയാ. പുട്ടും പപ്പടം ഇവിടെ കിട്ടില്ല. നല്ല ചൂട് ദോശയും സാമ്പാറും തരാം. എന്താ? ആഹാ, മലയാളിയാ? ഈ തമിഴ്നാട് കേരള ബോർഡർ ആയതുകൊണ്ടേ ആരാ തമിഴൻ ഏതാ മലയാളി തിരിച്ചറിയാൻ പറ്റണില്ല. കണ്ണാടി നോക്കുമ്പോ ഞാൻ എന്നെ തന്നെ സംശയിച്ചു പോവാ, ഞാനൊരു തമിഴനാണോ ഒന്ന്. അല്ല, കണ്ടാൽ അങ്ങനെ തോന്നും, കവണ്ടമണിയെ പോലെ ഉണ്ട്. ആണോ? എല്ലാവരും പറയുന്നുണ്ട്. ഇനി തമിഴ് പടത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാ. മലയാളത്തിൽ പിടിച്ച് എടുത്തോളൂ, അല്ലാതെ എന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. ആരത്? എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാ. നല്ല കളറ്. ഞാൻ വിചാരിച്ചു തമിഴ്ത്തിയാണെന്ന്. ആ ലുക്കുണ്ടേ. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് കൊച്ചാപ്പി. എന്ത് ചേട്ടൻ ചിരിക്കണേ? ചേട്ടന്റെ പേരെന്താ? വർഗീസ് വാഗത്താനം. വർഗീസ് വാഗ്ദാനോ? വാഗ്ദാനമല്ല, വാഗത്താനം. എനിക്ക് നാട്ടിലൊരു നാടക കമ്പനി ഉണ്ടായിരുന്നേ. അത് പൊട്ടിയപ്പോ ഇവിടെ വന്നൊരു ചായക്കട തുടങ്ങിയത്. അപ്പൊ പിന്നെ ഇത് പൊട്ടിയിരിക്കല്ലേ? അല്ല, ഇവിടെ ജോലി സംബന്ധമായിട്ട് വന്നാണോ? അതെ, എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ണികൃഷ്ണൻ. അവനിവിടുത്തെ സെയിൽ ടാക്സ് ഓഫീസിലേക്ക് സ്ഥലമാറ്റം കിട്ടി. ഞാൻ വെറുതെ കൂട്ടിന് വന്നാ. അത് ശരി. ഇവിടെ എവിടെ താമസിക്കുന്നേ? ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാ വലത്തോട്ടുള്ള റോട്ടില്ല. എന്തായാലും ഒരു മലയാളി ടീ സ്റ്റാൾ തന്നെ കിട്ടിയല്ലോ, അതും ഒരു അച്ചായന്റെ. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് പറ്റി തുടങ്ങാം. പിന്നെന്താ? കടിക്കാൻ എന്തെങ്കിലും വേണോ? കടിക്കാൻ ഒരു കട്ടിറുമ്പിന് കിട്ടോ? ആള് കൗണ്ടമണിയെ പോലെ തമാശക്കാരനാണല്ലോ. ജീവിതം തന്നെ ഒരു തമാശയല്ലേ ചേട്ടാ? നേരെ ചെന്ന് വീണത് ആ പെണ്ണിന്റെ ദേഹത്ത്. അതോടെ ഞാൻ കംപ്ലീറ്റ് നെർവസ് ആയി പോയി. ഇല്ലെങ്കിൽ എന്നെ പിടിച്ചു തല്ലിയോ മാർക്കറ്റ് രണ്ടെണ്ണം ഞാൻ പൊട്ടിച്ചാനെ. അടിയുടെ കാര്യമൊക്കെ നീ വിട്. ആ പെൺകുട്ടിക്ക് നീ പറയാറുള്ള മലയാളി കുട്ടിയുടെ ശാലീന സൗന്ദര്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ആനച്ചന്തൊക്കെ ഉണ്ട്. ഉണ്ണീഷ്ണ, ചില സാധ്യതകളൊക്കെ തെളിഞ്ഞു വരണുണ്ട് മോനെ. എന്ത്? അന്യനാട്, നിന്റെ അച്ഛന്റെ ചരിത്രങ്ങൾ അറിയാൻ പാടില്ലാത്ത ആൾക്കാര്, പിന്നെ ചന്തമുള്ളൊരു പെൺകുട്ടി, ഇതെല്ലാം കൂടി നോക്കുമ്പോ ഒരു സദ്യയുടെ മണം വരണുണ്ടോന്നൊരു സംശയം. പോടാ അവിടുന്ന്, അനാവശ്യം പറയാതെ. ഈ നാട്ടിലെങ്കിലും ഞാൻ മനസ്സമാധാനത്തോടൊന്ന് കഴിഞ്ഞോട്ടെ. എനിക്ക് വേണ്ടെങ്കിൽ എനിക്ക് പണ്ടേ വേണ്ട. എന്നാൽ അവളെ കുറിച്ചും തിരക്കി നോക്കാം. എന്തിന്? വെറുതെ ഇരിക്കുമ്പോ ആർക്കായാലും തിരക്കി കൂടെ? തിരക്കലൊക്കെ പിന്നീട്. ആദ്യം നീ പോയി ആ അരി എടുപ്പത്തില്ല. ഞാനിട്ടെ, ഇന്ന് നീ പോയിട്. അങ്ങനെ കണക്കൊന്നും ഇരിക്കണ്ട, അവിടെ അരി ഇല്ല. രാവിലെ അരിയും പച്ചക്കറിയും വാങ്ങാൻ ഞാൻ കാശ് എന്നിട്ടാണല്ലോ പോയത്. കാശൊന്നു, പക്ഷെ അതുകൊണ്ട് ഞാൻ ഒരു സ്മോള് മേടിച്ചു. ഒരു കുത്ത വെച്ച
ചെയ്യട്ടെ ഞാൻ? വീരപ്പത്തേവർ, മായപ്പത്തേവർ, രായപ്പത്തേവർ, ചിന്നപ്പത്തേവർ. ഇതൊക്കെ മനുഷ്യന്മാരുടെ പേര് തന്നെയാണോ ചങ്ങാതി? ശരിക്കും പറഞ്ഞ ഈ തേവർമാർ മലയാളികൾ തന്നെയാ. മലയാളികളാ? അതേന്ന്. ഇവരുടെ അച്ഛനും മുത്തച്ഛന്മാരൊക്കെ പാലക്കാട്ടുകാരാ. ഇവിടെ വന്ന് പണക്കൊഴുപ്പും കയ്യൂക്കും കൊണ്ട് തേവർമാരായതാ. ഈ തേവർമാരുടെ അച്ഛന്റെ ഒരു പെങ്ങളുണ്ട്, അലമേലു. അലമാരിയോ? അലമാരിയല്ല, അലമേലു. ആ, അവരിപ്പോഴും പാലക്കാട് തന്നെയാ. നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും തീർത്ഥാടനം നടത്തി കഴിഞ്ഞു കൊടുക്കുക. ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് പോകാറുണ്ട് അവര്. പിന്നെ ഹലോ, ഇങ്ങോട്ട് നോക്ക്, എന്നെ തന്നെ നോക്കിയിരിക്കും. ഈ ലോകത്തിൽ തേവർമാർക്ക് ആരെങ്കിലും പേടിയോ ബഹുമാനോ ഉണ്ടെങ്കിൽ പോലീസുകാരായിരിക്കും. അല്ല, ഈ അലമേലുവിനെയാ. കാരണം ഇവരൊക്കെ വളർത്തി വലുതാക്കി എടുത്തത് ആ സ്ത്രീയാ. സീതയെ കണ്ണിലെ കൃഷ്ണമണി പോലെയാ ഈ 4 ആങ്ങളമാരും വളർത്തുന്നത്. 21 വയസ്സ് കഴിഞ്ഞാല് സീതയുടെ കല്യാണം നടത്താവൂന്ന ജാതകവിധി. അവളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ആങ്ങളമാരിൽ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ കയറി വരുന്ന പെണ്ണ് വാഴില്ലാത്രേ. അതുകൊണ്ടാ ഈ തേവർമാരും കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, അടിസ്ഥാനപരമായിട്ട് ഈ തേവർമാരെല്ലാവരും മണ്ടന്മാരാ. ആരും കേൾക്കണ്ട, ആരോട് പറയാനും വേണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സീത 21 വയസ്സിനുള്ളിൽ ചുറ്റിക്കളിച്ച് ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയാൽ ഈ തേവർമാർക്ക് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചൂടെ? എന്റെ കൊച്ചാപ്പി, ആ പെങ്കൊച്ച് ഒളിച്ചോടാനോ? കണക്കായി. കൊച്ചാപ്പിക്ക് അറിയോ, ആ പെൺകൊച്ചിന്റെ മുഖത്ത് നോക്കാൻ ഒറ്റ ഒരുത്തൻ ധൈര്യപ്പെടില്ല. അതെന്താ അത്രയ്ക്ക് വൃത്തികെട്ട മോന്തയാണോ? അവളുടെ മുഖമല്ല, അവന്മാരുടെ മുഖം. തങ്കച്ചി മേലെയാടാ കണ്ണുവച്ച. மன்னிப்புக்காடா பொறுக்கி நாயே. கேளுடா. தெரியாம தப்பு பண்ணிட்டேன், மன்னிச்சிடுங்கம்மா. இனிமே இந்த ஊர்ல உன்னை பார்த்த உன் கைய கால வெட்டி போட்டுடுவேன், ஜாக்கிரதை. வெளியே போடா. போடா.
ഒരു കാര്യം മനസ്സിലായി. ജാതകദോഷം കൊണ്ടോ അല്ലെങ്കിൽ ജലദോഷം കൊണ്ടോ ഒന്നല്ല ആ പെൺകുട്ടിയുടെ കല്യാണം നടക്കാത്തത്. ഈ തീറ്റപ്പണ്ടാറങ്ങളെ പേടിച്ച് ആരെങ്കിലും ആ പെൺകുട്ടിയെ കെട്ടാൻ വരോ? ആങ്ങളെ ആയാലും പെങ്ങളായാലും ഭാര്യ ആയാലും ഭർത്താവായാലും ഈ സ്നേഹബന്ധങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ട്. അധികമായാൽ അമൃതം കമയ. അതൊരു സിനിമാ പേരല്ലേ? സിനിമയുടെ പേരല്ല, എന്റെ വീടിന്റെ അടുത്തുള്ള തേവറുടെ പേര് പറഞ്ഞതാ. അമൃതം കമയ തേവർ. അമൃതം സംസ്കൃതം. അമൃതം സംസ്കൃതല്ല, അമൃതം കമയ തേവർ.